ഒരിക്കൽ യശോദമ്മ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി ലാളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉണ്ണിക്ക് ഒരു വലിയ പർവ്വതത്തിന്റെ ഭാരം അനുഭവപ്പെട്ടു. ഭാരം താങ്ങാനാവാതെ യശോദക്കുട്ടിയെ നിലത്ത് കിടത്തി. ഈ സമയം കംസനയച്ച തൃണാവർത്തൻ എന്ന അസുരൻ അമ്പാടിയിൽ ഒരു വലിയ ചുഴലിക്കാറ്റായി അവതരിച്ചു. പ്രദേശം മുഴുവൻ പൊടിപടലങ്ങൾ കൊണ്ട് ഇരുട്ടുനിറച്ച അസുരൻ നിലത്തുകിടന്നിരുന്ന കണ്ണനെ റാഞ്ചിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. ആകാശയുദ്ധം. ആകാശത്തുവെച്ച് കണ്ണൻ തന്റെ ഭാരം അമിതമായി വർദ്ധിപ്പിച്ചു. ലോകം മുഴുവൻ ഉള്ളിലൊതുക്കിയ ഭഗവാന്റെ ഭാരം താങ്ങാൻ ഒരു അസുരനും കഴിയില്ലല്ലോ. ഒരു വലിയ മല തോളിൽ വെച്ചതുപോലെ തൃണാവർത്തൻ തളർന്നു. കുതറിമാറാൻ ശ്രമിച്ച അസുരന്റെ കഴുത്തിൽ ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് മുറുക്കിപ്പിടിച്ചു. അന്ത്യം. ശ്വാസം മുട്ടിയ അസുരന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അവശനായ തൃണാവർത്തൻ ആകാശത്തുനിന്ന് അമ്പാടിയിലെ ഒരു വലിയ പാറപ്പുറത്തേക്ക് തകർന്നു വീണു. അസുരന്റെ നെഞ്ചിൽ യാതൊരു പോറലുമേൽക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് പിന്നീട് ഗോപികമാരും യശോദയും കണ്ടത്. അഹങ്കാരത്തെ ഭഗവാൻ എങ്ങനെ അടിച്ചമർത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കഥ.